പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് WWE മുൻ ഡിവാസ് ചാമ്പ്യൻ ആയിരുന്ന പേജ് എന്ന റെസ്ലർ ഇപ്പോൾ AEWയിൽ സരയ എന്ന റിംഗ് നെയിം സ്വീകരിച്ചിരുന്ന പേജ് എന്ന് പറയുന്ന റെസ്ലറിൻ്റെ AEWയുമായിട്ടുള്ള കോൺട്രാക്റ്റ് അവസാനിച്ചിരിക്കുന്നു. താരം ഇപ്പോൾ ഫ്രീ ഏജൻ്റ് ആയിരിക്കുന്നു. ഇന്നലെ രാത്രിയോടുകൂടി പുറത്തേക്ക് വന്ന ഈ ഒരു ഷോക്കിംഗ് ന്യൂസ് ഒരു സംശയത്തിലേക്കാണ് റെസ്ലിംഗ് ആരാധകരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പേജ് എന്ന് പറയുന്ന താരത്തിൻ്റെ WWEയിലേക്കുള്ള തിരിച്ചുവരവ് കാണാൻ സാധിക്കുമോ എന്നുള്ളൊരു സംശയമാണ് റെസ്ലിംഗ് ലോകത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പേജ് ഇപ്പോൾ പറയുന്ന അഭിപ്രായങ്ങൾ അനുസരിച്ച് പോസിറ്റീവായിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. പേജ് WWEയുമായിട്ട് ഒരു പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളത് ഇൻ്റർവ്യൂകളിൽ ഈ അടുത്തേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരികെ വരാൻ തനിക്ക് താല്പര്യമുണ്ട് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ പേജ് സരയ എന്ന് പറയുന്ന റെസ്ലർ AEWയുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് അവസാനിപ്പിച്ചത് പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാതെയാണ്. മ്യൂച്വൽ എഗ്രിമെൻറ്റോട് കൂടിയിട്ടാണ് രണ്ട് പാർട്ടിയും ആ ഒരു കോൺട്രാക്റ്റ് അവസാനിപ്പിച്ചത്. പേജിൻ്റെ WWEയിലേക്കുള്ള തിരിച്ചുവരവിന് കുറേയധികം ആരാധകർ കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയാം. പേജ് എന്ന് പറയുന്ന റെസ്ലറിനെ ഓർമ്മയുള്ളവർ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് റെസിൽമേനിയ 41 വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ നിലവിലെ ചാമ്പ്യനായ ഗുന്തറിനെ ചലഞ്ച് ചെയ്യാൻ പോകുന്ന നമ്പർ 1 കണ്ടൻഡറും 2025 മെൻസ് റോയൽ റംബിൾ വിന്നറുമായ മെയിൻ ഇവൻറ്റ് ജെ ഊസോ അദ്ദേഹത്തിന് നേരെ വന്നിട്ടുള്ള വിമർശനങ്ങൾക്കുള്ള മറുപടി കൊടുത്തതിനെ സംബന്ധിച്ചാണ്. ജെ ഊസോയുടെ കയ്യിൽ കുറച്ച് മൂവ്സ് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു വിമർശനം ജെ ഊസോയുടെ മത്സരത്തിന് ശേഷം ആരാധകർ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന പോയിൻ്റാണ്. ജെ ഊസോ അത് കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു മറുപടിയാണ് ജെ ഊസോ കൊടുത്തിരിക്കുന്നത്. ജെ ഊസോ പറയുന്നത് തന്നേക്കാൾ മികച്ചവരായിട്ടുള്ള റെസ്ലേഴ്സ് ഉണ്ട്, തന്നേക്കാൾ 10-20 അധികം മൂവ്സ് ചെയ്യുന്ന റെസ്ലേഴ്സ് ഉണ്ട്. പക്ഷേ അവർക്കൊന്നും തൻ്റെ പോലെ ടോപ്പ് ലെവൽ സ്ഥാനത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. കാരണം അവർക്ക് ആർക്കും ഇല്ലാത്തൊരു കഴിവ്, പ്രത്യേകമായിട്ടുള്ള ഒരു ടാലൻറ്റ് അത് തനിക്കുള്ളത് കൊണ്ടാണ് തനിക്ക് ആ ഒരു ടോപ്പ് ലെവലിൽ ഇപ്പോൾ നിൽക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് ജെ ഊസോ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം മികച്ച റെസ്ലറാണെന്ന് പറയുന്നില്ല, മറ്റ് മികച്ച റെസ്ലേഴ്സ് അദ്ദേഹത്തിനേക്കാൾ ഉണ്ട് എന്നുള്ളത് അദ്ദേഹം സമ്മതിക്കുന്നു. പക്ഷേ അവർക്കൊന്നും ഇല്ലാത്തൊരു കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്നാണ് അദ്ദേഹം വിമർശനങ്ങൾക്കുള്ള ഒരു മറുപടിയായിട്ട് പങ്കുവെക്കുന്നത്. കൂടാതെ മറ്റൊരു വിമർശനം ഗുന്തറിൻ്റെ ചാമ്പ്യൻഷിപ്പിന് ജെ ഊസോയെ പരാജയപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ളതാണ്. ജെ ഊസോ പറയുന്ന മറ്റൊരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ റോമൻ റെയിൻസിനെ പരാജയപ്പെടുത്തും ജെ ഊസോ എന്നുള്ളൊരു നിലയിൽ ജെ ഊസോയെ വമ്പൻ സപ്പോർട്ട് നൽകി ബ്ലഡ് സ്റ്റോറി ലൈനിൽ എല്ലാവരും പിന്താങ്ങി വന്നിരുന്നു. അതേ ഒരു ലെവലിലാണ് താൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അന്ന് തന്നെ സപ്പോർട്ട് ചെയ്തവരെല്ലാം തന്നെ ഇപ്പോൾ വെറുക്കുന്നു. നെഗറ്റീവ് ഫീഡ്ബാക്കുകൾ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ബ്ലഡ് സ്റ്റോറി ലൈൻ്റെ ആരംഭം തന്നെ തന്നിലൂടെയാണ്. ബ്ലഡ് ലൈൻ സ്റ്റോറിയുടെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന സ്റ്റോറിയുടെ ഒരു മുഖ്യ ആകർഷണം താനായിരുന്നു. എന്നാൽ ഇപ്പോൾ ആരാധകർ തന്നെ ആ ഒരു മെയിൻ ഇവൻ്റ് സ്പോട്ടിൽ കാണുമ്പോൾ കൂവാനാണ് ആരംഭിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. എന്തായാലും ഈ ഒരു വിമർശനങ്ങളെല്ലാം ജെ ഊസോ കാണുന്നുണ്ട്. റെസിൽമേനിയ 41 നടക്കാൻ പോകുന്ന ഗുന്തർ വേഴ്സസ് ജെ ഊസോ മത്സരത്തിൽ ജെ ഊസോയ്ക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ള വലിയൊരു കോൺഫിഡൻസും ജെ ഊസോ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഈ വിമർശനങ്ങൾക്ക് ജെ ഊസോ കൊടുത്ത മറുപടിയോടുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ അത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ സെത്ത് റോളിൻസ് ഫൈനൽ ബോസ് ദ റോക്കിനെ സംബന്ധിച്ച്, റോക്കിൻ്റെ യഥാർത്ഥ സ്വഭാവത്തെ സംബന്ധിച്ച് ഇൻ്റർവ്യൂവിൽ പറഞ്ഞ വാക്കുകൾ ആരാധകർ ഞെട്ടലോടെയാണ് ഇപ്പോൾ കേട്ടിരിക്കുന്നത്. സെത്ത് റോളിൻസ് പറയുന്നത് ദ റോക്ക് വലിയ ദയയുള്ള റെസ്ലറാണ് എന്നാണ്. എന്നാൽ കോഡി റോഡ്സിനെതിരെയുള്ള റോക്കിൻ്റെ ആ ഒരു അടിയൊക്കെ കണ്ടാൽ റോക്ക് ദയയുള്ള ഒരു റെസ്ലറാണെന്ന് നമുക്ക് തോന്നുമോ? ഒരിക്കലും തോന്നില്ല. അവിടെയാണ് സെത്ത് റോളിൻസ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വളരെ വിശദമായി പറയുന്നത്. ദ റോക്ക് വളരെ ദയയുള്ള ഒരു റെസ്ലറാണ്, മറ്റുള്ളവരെ കെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന റെസ്ലറാണ്, മറ്റുള്ളവരെക്കുറിച്ച് അന്വേഷിക്കാൻ ഇഷ്ടപ്പെടുന്ന റെസ്ലറാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഓഫ് സ്ക്രീനിൽ ബാക്ക് സ്റ്റേജിൽ അങ്ങനെയാണ് എന്നുള്ളത് സെത്ത് റോളിൻസ് ഓർമ്മിച്ചെടുക്കുന്നുണ്ട്. കൂടാതെ സെത്ത് റോളിൻസ് മറ്റുള്ള റെസ്ലേഴ്സിനെ വെച്ച് റോക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ റെസ്ലേഴ്സിനും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകാറുണ്ട്. എന്നാൽ റോക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെയാണ് നിൽക്കാറുള്ളത്. ഡൗൺ ഉണ്ടാകുന്ന സമയത്തും അദ്ദേഹം എപ്പോഴും അപ്സിലേക്ക് വരാൻ വേണ്ടി, ഉയർന്നു വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. എപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് റോക്കിൻ്റെ യഥാർത്ഥ ജീവിതത്തെ എന്നുള്ളതും സെത്ത് റോളിൻസ് ഓർമ്മിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴാണ് സെത്ത് റോളിൻസ് റോക്കിനെ കുറിച്ച്, റോക്ക് ഭയങ്കര ദയുള്ള ഒരു റെസ്ലറാണെന്നും കെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന റെസ്ലറാണെന്നും സെത്ത് റോളിൻസ് പറയുന്നത്. സെത്ത് റോളിൻസും ദ റോക്ക് എന്നുള്ള ഒരു സ്റ്റോറി എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. സെത്ത് റോളിൻസും ദ ബ്ലഡ് ലൈനും തമ്മിലുള്ള സ്റ്റോറി എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. റെസിൽമേനിയ 40 ഇവർ ഒരു ടാഗ് ടീം മത്സരത്തിൽ ഏറ്റുമുട്ടിയതാണ്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം കഴിയുന്ന ഒരു സമയത്താണ് റോക്കിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ച് സെത്ത് റോളിൻസ് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പങ്കുവെക്കുന്നത്. അപ്പോൾ സെത്ത് റോളിൻസിൻ്റെ ഈ ഒരു അഭിപ്രായം നിങ്ങൾ എങ്ങനെ ഏറ്റെടുക്കുന്നു അത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.